എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാം. കൊറോണ ഒക്കെ മാറി വരികയാണ്. ഇപ്പം ഞാൻ എവിടെ നിൽക്കണമെന്ന് അറിയോ? ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഗോൾഡ് സൂക്ക് ബസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഗോൾഡ് സൂക്ക് വഴി പോയിട്ട് അബ്ര വഴി, അബ്രയിൽ നിന്ന് മാറി കയറിയിട്ട് ഒരു ഫെറി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും, ദുബായിലുള്ള എല്ലാവർക്കും അറിയാൻ മതിയാവും. അതായത് ദുബായ് ടു ഷാർജയിലേക്ക് ഒരു ഫെറി പോകുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് പോവാം. അബ്രയുടെ കാഴ്ചകളും അതേമാതിരി ദുബായ് ടു ഷാർജ ഫെറി യാത്രകളൊക്കെ കാണാം. മാസ്ക് മുഖ്യം ബിഗില, എന്താ വെച്ചാൽ ദേരയാണിത്, എല്ലാവർക്കും വാരിക്കോരി ഫൈനൊക്കെ അടിക്കുകയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്, ഇറ്റ്സ് മീ റിഷാദ്. ഇതാണ് നമ്മുടെ ദുബായിൻ്റെ പഴയ ദേര മാർക്കറ്റ്. അതൊക്കെ നമ്മുടെ ദുബായിലെ ദേര ബിസിനസ്സുകളുടെ കേന്ദ്രങ്ങളായ എല്ലാ തരത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളും നടക്കുന്ന ദുബായിയുടെ ദേര ഹൃദയഭാഗം, അതായത് പഴയ ദുബായ് എന്നൊക്കെ പറയാം. എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദുബായ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഓരോ ഷോപ്പിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന കാണണ്ട. ക്രിസ്മസ് ഇല്ല, അടിപൊളിയല്ലേ? പിന്നെ ഗായ്സ് ഒരു കാര്യം പറയാൻ പോകുന്നത്, അതായത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ് അറിയാം? ദുബായ് ഗോൾഡ് സൂക്ക്, സിറ്റി ഓഫ് ഗോൾഡ്. കണ്ടോ, ഗോൾഡ് സൂക്കാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾഡ് കച്ചവടം നടക്കുന്ന സ്ഥലം എന്നൊക്കെ പറയാം. അതാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം അപ്പുറത്ത് അബ്ര സ്റ്റേഷനിൽ നിന്നിട്ട് മാറിയിട്ട് ഗുബൈബ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇതാണ് ഗോൾഡ് സൂക്ക്. അതായത് രണ്ട് ഭാഗങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ഗോൾഡിൻ്റെ ഷോപ്പുകൾ. നിങ്ങൾ ഇത് കണ്ടോ, ഗോൾഡിൻ്റെ ബെൽറ്റ്, ഗോൾഡിൻ്റെ വാച്ച്, ഗോൾഡിൻ്റെ ഗ്ലാസ്, എല്ലാത്തിലും ഗോൾഡ് ഉണ്ട്. ഇതേ ഗോൾഡിൻ്റെ കണ്ണട, ഇത് കണ്ടോ, ഗോൾഡിൻ്റെ ഫ്രെയിം വെച്ചിട്ടുള്ള കണ്ണട. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ ദുബായ് നൈറ്റിൽ ഗോൾഡ് സൂക്ക് മാർക്കറ്റിൽ. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചതാണ്. എൻ്റെ വിരലൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ചെറിയ മോതിരം, അത്യാവശ്യം തടിയുള്ളതിനെ കൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള മോതിരങ്ങളൊക്കെ കയറും. എൻ്റെ ബാക്കിലൊരു സാധനം കിടക്കുന്നുണ്ട്. ഇത്ര വലിയ കൈയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നേരെ ഗോൾഡ് സൂക്ക് പോകുന്നോളി. എന്താ വെച്ചാൽ ഇതാ വലിയ അടിപൊളി മോതിരം കിടക്കുന്നുണ്ട്, ഫുള്ള് ഗോൾഡ് പൊതിഞ്ഞിട്ട്. തിളങ്ങുന്ന തിളക്കം കണ്ടത്. നമ്മുടെ കൂടെ 2 പേരാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. ഒന്ന് മിസ്റ്റർ സമദ് ഗുബൈബയിലെത്താന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കൂടെ ഒരാളുണ്ട്, ഇതാ മിസ്റ്റർ ഷമീർ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താണ് പേര്? ഞാൻ ഷമീർ. ഓക്കെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനാണ്. അപ്പോൾ പുള്ളിയും പിന്നെ സമദും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അബ്ര ആണ്, അതായത് ഗോൾഡ് സൂക്കിൻ്റെ ഭാഗത്തുള്ള അബ്രയിലാണ്. ഇവിടെ നിന്നും 1 ദിറംസ് കൊടുത്തിട്ട് നേരെ അപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ഗുബൈബ സ്റ്റേഷനെത്തും. ഈ ഗുബൈബയിൽ നിന്ന് നമ്മൾ ഫെറി കയറിയിട്ട് വേണം ഷാർജയിലേക്ക് പോകാൻ. അവിടെ എത്തിയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കണ്ടോ എന്ത് രസമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിവിടെ ഇരുന്ന് നോക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ 1 ദിറംസിന്, വെറും 1 ദിറംസിന് വേണ്ടിയിട്ട്
ഇതുമാതിരി ചെറിയ ചെറിയ ബോട്ടുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. 1 ദിറംസേ ഉള്ളൂ യാത്ര. ഗവൺമെൻറ് സർവീസാണ്, RTA പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് എന്തായാലും അതിലേക്ക് കയറിയിട്ട് അതിലെ കാഴ്ചകൾ കാണാം. ഇതിലൂടെ കയറിയിട്ട് ഇതാ അവിടെ വന്നിരിക്കണം. നമ്മൾ ഈ അബ്രയിലെ 1 ദിറംസ് കൊടുത്തിട്ട് ഗോൾഡ് സൂക്കിൽ നിന്നും നേരെ അപ്പുറത്തേക്കുള്ള, അതായത് ഗുബൈബയിലേക്കുള്ള യാത്രയിലാണ്. ചെറിയൊരു സമയമുള്ളൂ ഇതിൻ്റെ യാത്ര. പക്ഷേ അടിപൊളി കേട്ടോ, കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ഈ കായലിലൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് ഇറങ്ങാം, കാണാം കാഴ്ച. എനിക്ക് ഓർമ്മ വരുന്ന പാട്ടാ തരാം. കരകാണ കടലേ മോഹപ്പുങ്കുരു. അങ്ങനെ ഇളകി വേവിലിതാ അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു ഇളം തെന്നലീണം പാടിവാ. ഗഫൂർ കദോസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും വണ്ടി ഏകദേശം എത്ര മിനിറ്റ് എടുത്തുണ്ടാവും? 5-7 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് 7 മിനിറ്റ്. പക്ഷേ ഇത് 1 ദിറംസിൻ്റെ യാത്ര നല്ല അടിപൊളി യാത്ര. നല്ല രസമായിട്ട് ഇളം കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ എത്താതാ. ഒരുപാട് ടാക്സി കേട്ടോ. അത് ശരിക്കും ടാക്സികളൊക്കെ നിരത്തിയിട്ടായിരിക്കാൻ വേണ്ടിയില്ല. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് അടുത്തടുത്ത ആൾ ഫില്ല് ചെയ്ത് പോകും. ഇത് അബ്രനോട് കൂടിയിട്ട് തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. ആവശ്യമുള്ളവർക്ക് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വൈകുന്നേരങ്ങളിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പുറത്ത് കായലും പിന്നെ ഇപ്പുറത്ത് ഹോട്ടലും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഗുബൈബ സ്റ്റേഷനിലെത്തി. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച വണ്ടി അതായിരുന്നു. ചെറിയൊരു പ്രശ്നം. കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു വിഷമം. പക്ഷെ എന്ത് ചെയ്യാനാണ്, എന്തായാലും നമുക്കിത് ഓപ്പൺ ആവുന്ന സമയത്ത് വന്ന് കയറാം. അതാണ് എൻ്റെ ഒരു ഇത്. ഞാനവിടെ കസ്റ്റമർ സർവീസിൽ ചെന്ന് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ, ലോക്ക്ഡൗണിൻ്റെ പാർട്ടായിട്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷവും ഇതുവരെയായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയിക്കാമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാം, ഫെറീൻ്റെ അടുത്തെത്തി. ഈ പറഞ്ഞ പോലെ ഞാനും ഷമീർ ഭായും ഫെറീൻ്റെ അടുത്തെത്തി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, കസ്റ്റമർ സർവീസിൽ പോയപ്പോഴാണ് അറിയുന്നത് ഫെറി കൊറോണ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ കൊണ്ട് എങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ്. എപ്പോഴാണെന്നുള്ളത് അതെ ചായയൊക്കെ കുടിച്ചപ്പോൾ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എന്തിനാലും കുഴപ്പമില്ല, ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴും നമുക്ക് എടുക്കാമല്ലോ അല്ലേ. ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അല്ലേ വെയിറ്റ് ചെയ്യുക. ഒരു ചെറിയൊരു ചമ്മലോട് കൂടിയിട്ട് ഈ വീഡിയോ നിർത്തേണ്ടി വരും. ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കട്ടെ. ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. എന്തായാലും പുതിയൊരാളെത്തി സമ്മത്. ഇവനെ അറിയില്ല, ഫെറി നിന്നുപോയ കഥ അറിയില്ല. നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഫെറി എന്നത്. എങ്ങനെ എക്സൈറ്റിലാണ് വന്നത് സമ്മത്? അടിച്ച് വിളിക്കാൻ വന്നതായിരുന്നു. ഒരു കാര്യമില്ല ഉണ്ടായില്ലേ. പക്ഷെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യും. വേറെ എന്തെങ്കിലും ആയിട്ട് പോകും. എന്തേ സുലൈമാൻ, കോഴിക്കോടൻ സുലൈമാൻ. ഇത് കുടിച്ച് നോക്കാം എന്തായാലും. ഇതാണ് നമ്മുടെ ഫെറിയിലേക്കുള്ള എൻട്രി. നമ്മളെ നോൾക്കാട് അവിടെ പഞ്ച് ചെയ്തിട്ട് ഇതിലേക്ക് കയറണം. പക്ഷേ എന്തോ കാരണവശാൽ ബ്ലോക്ക്ഡാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്മാറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെറുങ്ങനെ ട്രാക്ക് മാറ്റി. അതായത് നമ്മൾ ഇവിടുന്ന് നേരെ ബൈബിൽ നിന്നും നേരെ അങ്ങോട്ട് നമ്മൾ പോകണം. നമ്മൾ ഗ്ലോബൽ വില്ലേജ്. അതെ, ഗ്ലോബൽ വില്ലേജിൻ്റെ ബസ് കയറിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ ഇന്ന് ഗ്ലോബൽ വില്ലേജ് എന്താ സംഭവിക്കുന്നത് നോക്കുമ്പോൾ
നമ്മൾ ഇതാ ഗുബൈബ ബസ് സ്റ്റേഷനിലാണ്. ഇവിടുന്നും 5 മണിക്കാണ് ബസ് ഉള്ളത്. ഇവിടുന്നും 5 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്ത് 5:30 മണിയാകുമ്പോഴത്തേക്ക് ഗ്ലോബൽ വില്ലേജ് എത്തും. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം, ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ബാക്കി കാഴ്ചകളിലേക്ക് പോകും. അവസാനം നമ്മൾ ബസ്സിന് വന്നിട്ട് ഇതാ നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ മുന്നിലെത്തിയതാ. നോക്കിയാ, ഇതാണ് നമ്മളെ ഗ്ലോബൽ വില്ലേജ്. ഇതാ മൂപ്പരാണ് നമ്മളെ ബസ് കൊണ്ടിറക്കിയെന്ന്. നമ്മളെ പേരെന്ന് പറഞ്ഞാൽ ലത്തീഫ്. എത്ര വർഷമായി ഈ ബസ്സിൽ? 12 വർഷമായിട്ട് ബസ്സിൽ ഇതാ ഇത്രയും വലിയ ബസ് ഓടിക്കുന്ന കേട്ടോ. നമ്മളെ വയനാടല്ല, വയനാട് നമുക്ക് കുറേ ഇൻഫോർമേഷനൊക്കെ തന്ന കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ പോട്ടെ നമ്മൾ. ബൈ. ഗ്ലോബൽ വില്ലേജ് എന്താ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ പോകണം. ടിക്കറ്റിന് എത്രയാണ്? ടിക്കറ്റിന് 15 റംസാനാണ്. ഈ കൊറോണ ആയിട്ടൊന്നും കൂടുതൽ കുറയുന്നില്ല. പക്ഷേ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തെർമൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പോവാണ്. ഉള്ളിലേക്ക് പോവാം അല്ലേ. ബുർജ് ഖലീഫ ഉണ്ട്, മറ്റേ എന്താണ് പാരീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഏത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ വ്ളോഗ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അതായത് സെക്യൂരിറ്റീസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരങ്ങൾ കുറയ്ക്കും. ഈ സെക്യൂരിറ്റിയാണ് പോയത്. സംസാരങ്ങൾ കുറയ്ക്കും. വിഷ്വൽസ് നിങ്ങൾക്ക് മാക്സിമം കാണിച്ചു തരാം എന്തായാലും. ഗ്ലോബൽ വില്ലേജിലെ ഏറ്റവും അടിപൊളി ഒരു കാണേണ്ട ഒരു സാധനം കേട്ടോ. ഇന്ത്യയിൽ എന്തായാലും നമ്മൾ കാണാം. അത് പോയിട്ട് നോക്കട്ടെ. ചട്ടിപ്പത്തിരി കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ നോക്കട്ടെ. കോഴിക്കോടൻ സ്പെഷ്യലാണ് കേട്ടോ ചട്ടിപ്പത്തിരി. അത് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് ഇന്ത്യ. ഞാൻ ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിലൂടെ ഇന്ത്യയിൽ കയറിയ സമയത്ത് ഒരു ഇത് കണ്ടു. അതായത് നമുക്കൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്താണെന്നുള്ള അറിയണ എല്ലാവർക്കും അറിയാം. അത്രയും ഒരു എന്താ പറയുക, അത്രയും ഒരു ഇതുള്ളൊരു സാധനമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് വേൾഡിലെ ലാർജസ്റ്റ് പെന്നല്ല അല്ലേ, മാർക്കർ പെൻ. യെസ്, അത് കിട്ടിയ വ്യക്തി ഇതാ ഇവിടെ ഉണ്ട്. ഹായ്, ഇതാണ് ദിലീപ്. ഒന്ന് മാസ്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് പരിചയപ്പെടുത്തിക്കോളൂ. ദിലീപ് അല്ലേ? എവിടെയാണ് സ്ഥലം? കോഴിക്കോട് ജില്ലയിലെ ഓക്കെ. സ്ഥലം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കർ പേനാണ്. 3 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഏറ്റവും കൂടുതൽ പേര് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ കൂടിയാണ്. അത് എന്താണ്? എന്തടിച്ചാലും കിട്ടുക യൂട്യൂബിൽ വീഡിയോ? ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വേൾഡ് ലാർജസ്റ്റ് മാർക്കർ പെൻ ടൈപ്പ് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത് ഗുബൈബ പോയി ഫെറാറി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ കാര്യം ഞാൻ കാണിച്ചല്ലോ, ഈ കൊറോണ കാരണം കൊണ്ട് കുറച്ചുകൂടെ തുറക്കാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ പ്ലാൻ ബി ആക്കി മാറ്റി.
ഗ്ലോബൽ വില്ലേജിലെ മാക്സിമം അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെ നമുക്ക് വീഡിയോ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മളുള്ള വീഡിയോ ഒക്കെ ഉഷാറാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും താഴത്ത് എഴുതാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ഋഷ.